ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ വിഷമതകളും എന്തൊക്കെ പ്രയാസങ്ങളും വന്നാലും അതിനെയൊക്കെ ധൈര്യസമേതം നേരിടുന്നവരായിട്ടുള്ള ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ കുടുംബപരമായിട്ട് പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പൊതുവെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണെങ്കിൽ പോലും ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ അശ്വതി നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും വിശേഷിച്ച് മാർച്ച് മാസം 15-ാം തീയതി മുതൽ 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് 7-ര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ഈ ഒരു സമയങ്ങളിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് എന്തൊക്കെ വിഷമതകൾ വന്നാൽ പോലും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് മാർച്ച് 15-ന് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ളതായ വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും മാർച്ച് 15-ന് ശേഷമുള്ള സമയങ്ങളിൽ 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് മാർച്ച് 15-ന് ശേഷം പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ലാഭാധിപനായിരിക്കുന്ന ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് 7-ര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അശ്വതി നക്ഷത്രക്കാർ. പൊതുവേ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട്.
ഈ മാർച്ച് മാസത്തിലാണെങ്കിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും.